കൊച്ചി ആഴക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലായ MSC എൽസ കപ്പൽ കമ്പനി നഷ്ടപരിഹാരമായി 1200 കോടി രൂപ കെട്ടിവെക്കണം. ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, എന്തൊക്കെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം? മഞ്ജുഷ്, MSC എൽസ 3 അപകടത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി 1227.62 കോടി രൂപ കെട്ടിവെക്കണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസമാണ് ആ സമയത്ത്, അതായത് കപ്പലപകടം നടന്ന സമയത്ത് മത്സ്യങ്ങളുടെ പ്രജനനകാലമായതിനാൽ അതിൻ്റെ മുട്ട മുഴുവൻ വികലമായി പോയി, ചുരുങ്ങിപ്പോയി. അത് അടുത്ത വർഷമായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഈ MSC എൽസ 3 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ കൃത്യമായി വോയേജ് ചാർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട്. 132 വള്ളങ്ങളിലുണ്ടായിരുന്ന വലകളാണ് പൂർണ്ണമായും നശിച്ചു പോയത്. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നാശമാണ് ഉണ്ടാകുന്നത്. അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് തന്നെയായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ്, അതായത് അഡ്മിറാൽറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത് ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ അത്രയുമില്ല, ഇത് കപ്പൽ കമ്പനി കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയാണ്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ പരിധിയിലല്ല കപ്പൽ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് അഡ്മിറാൽറ്റി സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള അധികാരമില്ല എന്നായിരുന്നു കപ്പൽ കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി കോടതിയിൽ ഉന്നയിച്ചത്. വാദം അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി 1227.62 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കടൽ തീരത്തുണ്ടായിരുന്ന, അതായത് തീരമേഖലയ്ക്കുണ്ടായിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കടലിലുണ്ടായിരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയാണ് കോടതിയിൽ ഈ കപ്പൽ കമ്പനി അറിയിച്ചിരിക്കുന്നത് 1 വർഷമെങ്കിലും വേണ്ടിവരും കപ്പൽ നീക്കം ചെയ്യാൻ. എണ്ണം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഈ കപ്പൽ മുങ്ങിപ്പോയാൽ അങ്ങനെ ആരും കപ്പൽ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാറില്ല. ഇത് ആദ്യത്തെ അനുഭവമാണ് തങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹിമാലയൻ ടാസ്ക് ആണ് എന്നുള്ള തരത്തിലാണ് ഹൈക്കോടതിയിൽ കപ്പൽ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതേസമയം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കപ്പലിൻ്റെ നടപടിക്രമങ്ങൾ, ഈ നഷ്ടപരിഹാരം നൽകിയ ശേഷം, അതായത് അക്വിറ്റേറ്റിയാണ്, MSC അക്വിറ്റേറ്റിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കപ്പലിൻ്റെ നടപടിക്രമങ്ങൾ ഈ നഷ്ടപരിഹാരം നൽകിയതിനു ശേഷം, അതിൻ്റെ കാര്യത്തിന് ശേഷം തീരുമാനിക്കാമെന്നുമാണ് കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാലും പാരിസ്ഥിതികമായി വലിയ നാശനഷ്ടങ്ങളാണ് തീരത്തുണ്ടായിരിക്കുന്ന, കടലിലുണ്ടായിരിക്കുന്ന വിഭവങ്ങൾ, മത്സ്യവിഭവങ്ങൾക്കുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അടുത്ത 1 വർഷത്തിനുള്ളിൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വൈകല്യം സംഭവിക്കും, വികലമായ ജീവികളായിരിക്കും ഉണ്ടാക്കാൻ പോകുക തുടങ്ങിയ പ്രഡിക്ഷൻസ് ആണ് എന്തായാലും. ശരി, ആജ്ഞ രവീന്ദ്രനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്.